ഹലോ ഗൈസ്, അപ്പോൾ പാർട്ട് 2 സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഹോം സ്റ്റേ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡായിരുന്നു. വന്നപ്പോൾ തന്നെ എല്ലാവരും സൈഡാണ് ഒന്ന് കുളിച്ച് റെഡിയായി ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഐറ്റിനറി വരുന്നത് വൈകുന്നേരത്തേക്കാണ്. ബീച്ച് സൈഡ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടാവില്ല. മെയിനായിട്ടും വൈകുന്നേരം പുറത്തിറങ്ങിയാൽ മാത്രം നമുക്ക് അത്ര സണ്ണ് ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ സുഖമായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റിനറി വരുന്ന വെസ്റ്റേൺ ജെട്ടിയും ഈസ്റ്റേൺ ജെട്ടിയും അൻഡാൻ ബീച്ച്, ലഗൂൺ ബീച്ച് ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വെസ്റ്റേൺ ജെട്ടിക്ക് പോയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഇതാണ് ചൂരമീൻ. അവിടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ളതാണ്. ഈ ഐലൻഡ്സിൽ നമ്മളിപ്പോൾ മാൽഡീവ്സിലേക്ക് പോകണമെന്നതിന് ട്യൂണ എന്ന് പറയും. സെയിം ഫിഷാണ്. നമ്മുടെ നാട്ടിൽ ഞങ്ങൾ കോഴിക്കോട് ഇതിന് സൂത എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അത്ര വലിയൊരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ഐലൻഡ്സിൽ ഇതാണ് മെയിൻ. അതിൻ്റെ പിക്കിൾ, അതിൻ്റേതായിട്ടുള്ള കറികൾ, അതിൻ്റെ പല വേർഷൻസാണ് അവിടെ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ വെസ്റ്റേൺ ജെറ്റിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ കപ്പലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി. എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് പെട്ടെന്ന് ഞങ്ങളുടെ ഐറ്റിനറി കഴിഞ്ഞിട്ട് 10 മിനിറ്റൊക്കെ അവിടെ മാക്സിമം സ്പെൻഡ് ചെയ്തുള്ളൂ. അവിടുന്ന് ഞങ്ങൾ നേരെ എന്നിട്ട് ഈസ്റ്റേൺ ജെട്ടി, അൻഡാൻ ബീച്ച്, ലഗൂൺ ബീച്ച് അങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോകുമായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മുടെ വെള്ളം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമുക്ക് സുഖമായിട്ട് മീൻ കാണാൻ പറ്റും. വെറുതെ സ്നോർക്കലിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സ്ക്യൂബ ചെയ്യേണ്ട ആവശ്യം നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ട് കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഈ കരയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഇത് കാണാൻ പറ്റും. പിന്നെ ഈ പാരച്യൂട്ടിൻ്റെ പരിപാടിയൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കുറച്ചായിട്ടേ ഉള്ളൂ, മീൻസ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ കേട്ടോ അവിടെ തുടങ്ങിയിട്ട്. ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നോക്കി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ. ആൾക്കാർ വൈകുന്നേരം വന്ന് നിന്നിട്ട് അവിടെ വൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഡ്രൈവർ ഞങ്ങളോട് വേഗം എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ വേണ്ടി വേഗം പോയിക്കോളാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ലഗൂൺ ബീച്ചിലാണ്. ലഗൂൺ ബീച്ച് എന്ന് പറയുമ്പോൾ ലഗൂൺസ് എന്ന് പറയുന്നതേ ആ ഒരു എന്താ പറയുക, നീല കളർ വെള്ളം എന്നുള്ളൊരു മീനിങ് ആണല്ലോ. അപ്പോൾ അവിടെയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മരത്തിൻ്റെ ഇതിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. അങ്ങനെ കുട്ടികളെ ഞങ്ങളിങ്ങനെ ബീച്ച് കണ്ടാൽ അത് മതിയല്ലോ, അവർ നേരെ പുഴയിലിറങ്ങി കളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സച്ചുവിന് കുറച്ച് വെള്ളമാവുന്നത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷെ എന്നിട്ട് അവൻ കളിച്ചു. സച്ചു ഇറങ്ങി. പിന്നെ ആമിയും വെള്ളം കണ്ട അപ്പം വെള്ളത്തിലിറങ്ങും. അങ്ങനെ ആമിയും കുറേ നേരം കളിച്ചു. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ പിന്നെ ഈസ്റ്റേൺ ജെട്ടിക്കാണ് പോയത്. അപ്പോൾ ഈസ്റ്റേൺ ജെട്ടിയിലാണ്, ഇവിടെയാണ് മെയിനായിട്ടും ഷിപ്പ് വരുന്ന സ്ഥലം കേട്ടോ. ഇവിടെ അവർ ബിൽഡിങ്ങിനായിട്ട് അവിടുത്തെ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള സിമൻറ്റും കല്ലും ഒക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടേക്ക് അതിനായിട്ടുള്ള ഷിപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രാക്ടേഴ്സ് ഉണ്ട്. ഈ ട്രാക്ടറിന് ഷിപ്പിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ലോഡൊക്കെ അവർ ഈ ട്രാക്ടറിൽ കയറ്റിയിട്ട് അതവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പിന്നെ ബാലൻസ് ചാക്ക്, ഈ ലോഡ് ഇറക്കിയതിന് ശേഷം ബാലൻസ് വരുന്ന കാലിച്ചാക്ക് ഉണ്ടല്ലോ, അതും അവരിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആ കണ്ടതാണ് കേട്ടോ ഈ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റാണ്. ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് ഇവിടുന്ന് കുറേ എല്ലാ വീടുകളിലേക്ക് പൈപ്പിടാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അതാണ് അവരുടെ മെയിനായിട്ടുള്ള കുടിവെള്ളത്തിനുള്ള മാർഗ്ഗം. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറോട് ചോദിച്ചിരുന്നു ഈ വെള്ളം നിങ്ങളെങ്ങനെയാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഈ കിണർ കുഴിച്ച് അവർക്ക് നല്ല വെള്ളം കിട്ടും എന്നാണ് പറയുന്നത്. ചെറിയൊരു പുളിരസം ഉണ്ടാവും, നമുക്കത് വേഗം മനസ്സിലാവും. പക്ഷെ അവർക്കത് ഓക്കെയാണ്. അല്ലാതെ ഈ 2 സൈഡിലും കടലായിട്ട് വരുന്നവർക്കാണ് ഈ പ്ലാന്റിൽ നിന്ന് വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് അവരെ കുടിക്കാൻ വേണ്ടി വെള്ളം യൂസ് ചെയ്യുന്നത്. വെള്ളം കൊണ്ട് എന്ത് രസമല്ലേ കാണാൻ. ഈ ബബിൾസ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ എന്തൊക്കെയോ ബബിൾ പോലെയാണ് വെള്ളം അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പം അതിനടിയിൽ ഈ കോറൽസ് ആണ് മെയിനായിട്ട് നമ്മൾ ഈ ഡാർക്ക് കളറിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഈസ്റ്റേൺ ജെട്ടിന്ന് സൺസെറ്റ് ആകുന്ന ആ ഒരു ടൈം തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈസ്റ്റേൺ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് സൺറൈസ് ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് വെഹിക്കിൾ, ഒരു 2 വീലർ ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും സൺറൈസ് കാണാൻ ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് വരണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ നിന്ന് നമ്മൾ നേരെ പെട്ടെന്ന് തന്നെ നമുക്ക് അൻഡാൻ ബീച്ച് പോയാൽ മാത്രമാണ് നമുക്ക് നല്ല സുഖമായിട്ട് സൺസെറ്റ് കാണാൻ പറ്റുക. സൺസെറ്റ് കാണാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ജെട്ടിയും അൻഡാൻ ബീച്ചും ആണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഈ കപ്പൽ വരുന്നതും ഈ കപ്പൽ വന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിലിണ്ടർ പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുറേ സയൻസും കുറേ അവരുടെ എക്സ്പീരിയൻസുകളും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഒരുപാട് കാലമായിട്ട് കടലിൽ പോകുന്നവർക്ക് അവരുടേതായിട്ടുള്ള കുറേ സേഫ്റ്റി മെഷേഴ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു.
അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു മഴക്കാറ് തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് മഴയ്ക്കുള്ള എല്ലാ കോളും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മിക്കവാറും സൺസെറ്റ് കാണാൻ പറ്റില്ല, കാരണം മഴക്കാറ് വരുന്നതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അന്താൻ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നേ. അപ്പോൾ പിന്നെ അവിടെ പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവർക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഈ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ വരുന്നത് മംഗലാപുരം, നമ്മുടെ കോഴിക്കോട്, എറണാകുളം ഭാഗത്തു നിന്നാട്ടോ. അവർക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോർട്ടൊക്കെ വരുന്നത് ഇതാണ്. പോർട്ട് വഴിയാണ് മെയിനായിട്ട് അവർക്കുള്ള എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ മെയിനായിട്ടും അവർ എടുക്കുന്ന വഴി എന്ന് പറയുന്നത് ഈ 3 പ്ലേസസ് ആണ്. നമ്മുടെ കോഴിക്കോട് ബേപ്പൂർ ബീച്ചൊക്കെയാണ് മെയിനായിട്ട്, തുറമുഖത്തൊക്കെയാണ് മെയിനായിട്ട് ഇവർക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല നീല കടലിങ്ങനെ കാണാൻ പറ്റുമേ. ഇതൊക്കെ പ്രൈവറ്റ് ബീച്ചാണ്. ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് റിസോർട്ടുകളുണ്ട്. അവിടെ ഉള്ളവർക്ക് നേരെ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ട് ഉള്ള ബീച്ചുകളാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് വേണമെങ്കിൽ വരാം. നമ്മൾ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ കറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്താൻ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ അത്. ചെറിയ ചെറിയ ഹോട്ടലുകളും ചെറിയ ഹോട്ടലല്ല, ചായക്കട പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപ് ഒരു 8 കിലോമീറ്ററാണ് ടോട്ടൽ ഈ അഗത്തി ബീച്ച് ഉള്ളത്. നമുക്കൊരു ബൈക്ക് എടുത്ത് സുഖമായിട്ട് കറങ്ങി കാണാവുന്നതേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് നമ്മൾ ഫാമിലി ആയിട്ടുള്ളത് കൊണ്ട് അവർ നമ്മുടെ ക്യാബ് വെച്ച് കൊണ്ടുപോകണം. അപ്പോൾ അന്താൻ ബീച്ചിലും ഇതുപോലെ കുറേ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അന്താൻ ബീച്ച് എന്ന് പറഞ്ഞൊരു ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ മെയിൻ ഫോട്ടോ സ്പോട്ടുകളാണ് ഇതൊക്കെ അഗത്തിയുടെ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചൊരു ഊഞ്ഞാലാടി, ടയർ പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടി. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ കടൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഊഞ്ഞാലാടുമ്പോഴും എന്താണെങ്കിലും ആ ഒരു കടലിൻ്റെ കാറ്റും ആ ഒരു ഫീൽ തന്നെ വേറെയാണ്. ശരിക്കും കടലിൽ ഊഞ്ഞാലിട്ട് ആടുക എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി, സൺസെറ്റിൻ്റെ സമയത്ത് ഭയങ്കര ഓറഞ്ച് കളറായിട്ട് നല്ല ഭംഗിയായിരിക്കും ആകാശം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ കുറേ നേരം നോക്കി, പക്ഷെ എന്തായാലും അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ പിള്ളേരൊക്കെ എന്തായാലും ബീച്ചിൽ കളിക്കാനുള്ള വൈബായിരുന്നു. പിന്നെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ മലപ്പുറം, എന്താ പറയുക, കോഴിക്കോട്, തിരുവനന്തപുരം, അങ്ങനെ കുറേ സ്ഥലത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് വന്നവരുണ്ട്. കണ്ടില്ലേ, ആകാശം നല്ല മഴക്കാറിലാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പക്ഷേ മഴക്കാറ് കാണുമ്പോഴുള്ള ബീച്ചും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ സ്നാക്സ് ഓർഡർ ചെയ്തു. അപ്പോൾ അവർ കുറേ കൊണ്ടുവന്ന്, കുറേ കട്ട്ലറ്റ്, അതിൽ ഫിഷിൻ്റെ കട്ട്ലറ്റ് സൂപ്പറായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് വീണ്ടും ഞങ്ങൾ കൊണ്ടുവന്ന ഒരു 4-5 എണ്ണം ഞങ്ങൾ തന്നെ അകത്താക്കിയിട്ടുണ്ടാവും. പിന്നെ ചെറിയ ശംഖിനകത്തൊരു ജീവിനെ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കാണും. നമ്മുടെ നാട്ടിൽ ശംഖ് കാണും, പക്ഷേ അതിനകത്ത് ഈ ജീവിനെ അങ്ങനെ കാണാറില്ല. അപ്പോൾ ചെറിയൊരു ശംഖിനകത്ത് അങ്ങനെ ഒരു ജീവിനെ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലക്ഷദ്വീപാണ് കടലിൻ്റെ ഒരുപാട് പ്രത്യേകത, നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന പോലെയല്ല. ഒരുപാട് പ്രത്യേകത കടലിനുണ്ട്. നല്ല വെള്ള മണലും ഒക്കെ ആയിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്തുള്ള ബീച്ചാണ് കേട്ടോ അത്. ഇവിടെയും കണ്ടോ നല്ല നീല വെള്ളം, അല്ലെ എന്ത് രസാ കാണാൻ. അപ്പം അവിടെയും കുറച്ച് ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എന്തൊക്കെയാണ് ഇവിടെ കടലിലുള്ള ഇത് കാണാൻ. മെയിനായിട്ട് നമ്മൾ കടൽ തന്നെയാണ്, കടലിൽ കുളിക്കുക. എനിക്കും പിള്ളേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കടലിൽ കുളിക്കുക, കടലിലുള്ള സാധനങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ ഇതുപോലെ കുറേ കോറൽസ് കണ്ടു കേട്ടോ. കോറൽസിൻ്റെ പീസ് ഈ ബീച്ചിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ കണ്ടു. പിന്നെ ഈ കുറേ ആങ്കർ പോലെയുള്ള ഈ കുറേ കടലിൻ്റെ ഭിത്തികൾ കണ്ടു. എനിക്ക് തോന്നുന്നത് കടലിലേക്ക് കരയിലേക്ക് തിര അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. അപ്പോൾ അതൊക്കെ എല്ലാ സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ തൊട്ടടുത്ത് തന്നെ വീടുകളാണ്. അപ്പം ഞങ്ങൾ സ്റ്റേയും ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ രാവിലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ നേരം വേണമെങ്കിലും നമുക്ക് വന്ന് കുളിക്കാം. അവിടെ ഇതുപോലെ കുറേ ഞങ്ങൾ കടലിലുണ്ടാകുന്ന ജീവികളെ കണ്ടത്. ഒരു കക്ക പോലെ ഉണ്ട് കേട്ടോ, ശംഖല്ലേ, അതിനകത്തും ഇതുപോലെ ജീവികൾ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഇത് അവിടെ മാശം തന്നെ പതുങ്ങി. പിന്നെ അത് പിന്നെ ഇങ്ങനെ സ്പീഡിൽ ഓടുന്നുണ്ടായിരുന്നു. അപ്പം അത് കുറേ നേരം നോക്കി നിന്ന് രാവിലെ തൊട്ട് വെള്ളത്തിൽ കളിക്കാം. അപ്പം ഈ റൂം ക്ലീൻ ചെയ്യുന്നവർക്ക് നമ്മൾ വിചാരിക്കും ഫുൾ പൂഴിയായിട്ട് അവർക്കും ബുദ്ധിമുട്ട്. പക്ഷെ അവർക്കും അതൊരു വിഷയമല്ല. കാര്യം നമ്മളിതിനായിട്ടാണല്ലോ വരുന്നത്. ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഫുൾ ടൈം വെള്ളത്തിൽ നനയുന്ന പരിപാടിയായിരുന്നു. അപ്പം നമ്മൾ ലക്ഷദ്വീപ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെയുള്ള ഡ്രസ്സുകളും ഇതുപോലെ സൺസ്ക്രീന്, പാൻറ്റൊക്കെ അധികം യൂസ് ചെയ്ത് നമ്മൾ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത അധികം ഹെവി അല്ലാത്ത ഡ്രസ്സുകൾ കരുതുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമുക്ക് കൂടുതൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കടലിലിറങ്ങി കുറേ കോറൽസും ശംഖുകളും ഒക്കെ കണ്ടിട്ടോ. വലിയ വലിയ ശംഖുകൾ കണ്ടില്ല, പക്ഷെ കോറൽസിൻ്റെ പീസ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുറേ എടുത്തു. ആമി ഫുൾ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. ആമി എനിക്ക് എന്തൊക്കെയോ കഴിക്കുന്നുമുണ്ട്. അതിനിടയ്ക്ക് കുറേ മണ്ണൽ വാരി മുകളിൽ മേത്ത് തേക്കുന്നുമുണ്ട്. അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും
സംഭവമായിട്ട് നമ്മളിങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണല്ലോ ബീച്ചിങ്ങനെ അടുത്ത്. പിന്നെ ഇത് കേക്കാട്ടോ, ഞങ്ങൾ രാത്രി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. കുട്ടികൾ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് ഞങ്ങൾ വേഗം കേക്ക് കട്ട് ചെയ്യായിരുന്നു. ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആമിയ കേക്കും കഴിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കളിക്കുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുമുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ മാക്സിമം പറ്റുന്നിടത്തോളം ഞങ്ങൾ ഈ കോറൽസിൻ്റെ പീസസ് കുറേ കളക്ട് ചെയ്തു. നമുക്ക് വേറൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഈ കോറൽസ് നമുക്ക് ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. മീൻസ് ലക്ഷദ്വീപിൽ നിന്നൊരു കോറൽ എടുത്ത് നമുക്കൊരിക്കലും ഈ സ്ഥലത്തന്നെ ഉപേക്ഷിച്ച് പോകണം, നമുക്കതിവിടെ കാണാൻ പറ്റും എന്നല്ലാതെ നമ്മളൊരിക്കലും നമ്മുടെ പ്ലേസിലേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് 2 എടുത്ത് വെച്ചത് ചെറിയ പീസ് പറ്റുവാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും എയർപോർട്ടിൽ സെക്യൂരിറ്റി ഇത് ചെക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പാടില്ല. വലിയ വലിയ കോറൽസ് ഒന്നും എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് എന്തായാലും ഇത്രയും വലിയ കോറൽസ് കണ്ടില്ല. ചെറിയ 2-3 കോറൽസ് ഉണ്ട്, ഞങ്ങൾ സൂക്ഷിച്ചിരുന്നു. ബാക്കി പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്